ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ കിച്ചണിലോട്ട് വന്നിനി. എന്തിനറിയോ, നമുക്കിന്ന് പുറത്ത് പോകാനുണ്ട്. നമ്മളെ ചിച്ചുമോളെ മുട്ടായി കൊടുക്കൽ ചടങ്ങുണ്ട്. അതിൻ്റെ എല്ലാ ഫങ്ഷൻ്റെ തിരക്കിലുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ടൗണിൽ പോകണം, ഡ്രസ്സൊന്ന് സെറ്റാക്കണം. ഫസ്റ്റ് ഞാനില്ലേ ഇതെല്ലോണ്ട് പറയാൻ ഫസ്റ്റില്ലേ ഇത് നാസ്റ്റിൻ്റെ കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ രാവിലെ ഞാൻ വെള്ളപ്പം കൂട്ടുമ്പോൾ കുറേ ടൈം ആകില്ല. ഞാൻ എന്താക്കി നോൺ സ്റ്റിക്കിൻ്റെ 2-3 ഫ്രൈ പാൻ വെച്ചിട്ടില്ലേ ദോശ പോലെ ചുട്ടെടുത്തതാന്ന് പറഞ്ഞാൽ വെള്ളപ്പത്തിൻ്റെ ബെറ്റർ ദോശ പോലെ ചുട്ടെടുത്തെങ്കിൽ നല്ല പാങ്ങ, നല്ല പോള പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചിക്കൻ കറി കുറച്ചുണ്ടായിന് ബാക്കി. ഞാൻ വേഗം ബുൾസ് എല്ലാം ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് മാപ്പിള്ളി മക്കളെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണമല്ലോ രാവിലെ തന്നെ. അങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടില്ലേ തട്ടിക്കൂട്ടിയിട്ട് നാസ്റ്റ് ആക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ടൗണിൽ പോയിന്. ടൗണിൽ പോയി കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാറുണ്ട്. ഇപ്പോൾ ഇന്നലെ പോകണോ ടൗണിൽ, മിഞ്ഞാന്ന് പോകണമെന്നല്ല വിചാരിച്ചേ. ഇങ്ങനെ ആയിട്ട് എപ്പോഴും ഈ ഹറി പറയും എന്നല്ലേ എനിക്ക് അങ്ങനത്തെ തന്നെ എപ്പോഴും തിരക്കെന്നാന്ന് ഒരു ഫ്രീ ടൈം കിട്ടുന്നില്ല. അങ്ങനെ എന്തൊക്കെ ഇപ്പോൾ വൈകിട്ടല്ലേ നമുക്ക് ഫംഗ്ഷൻ ഉള്ളത്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട്. മെയിൻ എനിക്ക് ഡ്രസ്സ് ഞാൻ ഡ്രസ്സ് വേണ്ടില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടായി. പക്ഷേ എല്ലാം ഇപ്പോൾ കുറച്ച് സഹായം എടുത്തിട്ട് അപ്പോൾ ഒരു ഡ്രസ്സ് ജസ്റ്റ് ഒരു കോട്ടൻ്റെ പോലത്തെ എന്തെങ്കിലും ഒന്ന് എടുക്കാന്നിട്ട് ഇങ്ങനെ കയറിയിട്ട് കുറേ എൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഞാൻ കുറേ തപ്പല 2-3 നോക്കും, ഇന്നതെങ്കിൽ ഒന്ന് സെലക്ട് ആക്കി കൊടുക്കും. കുറേ നോക്കിയെങ്കിൽ ആകെ കൺഫ്യൂഷനാണ്. അതാണോ ഇതാവോ അതാവോന്ന് അങ്ങനെ കുറേ ഷോപ്പിലേക്ക് കയറൂല. ഒരു ഷോപ്പിൽ തന്നെ പോകും നോക്കും. ചിലപ്പോൾ ഞാൻ അധികം എടുക്കില്ല, 2-3 ഡ്രസ്സ് ഒന്നിച്ചിട്ടാണ്. കുറേ ടൈം എടുക്കില്ല, എടുക്കുമ്പോൾ 2-3-4 ഒന്നിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. അത് പിള്ളേർക്കായെങ്കും എനിക്കായെങ്കും. പക്ഷെ ഇപ്പം 2-3 എടുക്കുന്നില്ല. ഇത് നമ്മളൊരു ജസ്റ്റ് ഈ മുട്ടായി കൊടുക്കൽ ചടങ്ങിനല്ലേ, ഒന്ന് മതി. എടുത്തിട്ടില്ലേ അതിന് ശേഷം തന്നുവിൻ്റെ മിന്നിൻ്റെ എല്ലാം മുടിയെല്ലാം സെറ്റാക്കാനേ കുറച്ച് നീളം വെച്ചിന്. ഇത്ര വലിയ മുടി വേണ്ട, ചെറുത് മതി. അക്കല്ലേ പിള്ളമാറ മുടി മുറിച്ചിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഇഷ്ടം. കുറച്ച് വലുതായെങ്കിൽ പിന്നെ ഷോളിടുന്നെല്ലാം നാളായെങ്കിൽ പിന്നെ കാണാനില്ല. അതിന് ആടത്തോളാക്കിറാന്നിട്ട് രാസക്ക്. അപ്പോൾ അങ്ങനെ മുടിയെല്ലാം കട്ടാക്കുന്നത്. ഞാൻ നമ്മളെ ഫാമിലിയിൽ ചെറിയ പിള്ളറില്ലേ, ഒരാൾക്ക് വലിയ മുടിയല്ലേ വളർത്താൻ ഇഷ്ടം. ഞാൻ എല്ലാവരും പറയലാണ് ഈ ചെറിയ മക്കൾക്ക് വലിയ മുടി ഓർക്കൊരു മുടീനെ നോക്കിയിട്ട് ഓരോ മുടീനെ സെറ്റാക്കിയിട്ട് എടുക്കാൻ അറിയുന്നിടത്തോളം നമ്മൾ മുടി കട്ടാക്കി കൊടുക്കണം. ഓർക്ക് താങ്ങാൻ കഴിയാതെ വലിയ മുടിയെല്ലാം വെച്ചിട്ട് അവർ എനിക്കൊരു വാങ്ങുന്നില്ല. ഓരോരാൾക്കൊരു ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് ആ ചെറിയ പിള്ളമാർ കുഞ്ഞു മുടിയാവാനാണ് ഇഷ്ടം. ഇതെൻ്റെത് കുറച്ച് വലുതായിന്. ഇതല്ല ഈ നാടി ചെറിയ പിള്ളേർക്ക് വലിയ മുടി ഉണ്ടാകുന്നില്ല, അത് വാങ്ങില്ല. ഞാൻ എത്ര ആളും മുടി അങ്ങനെ മുറിച്ചിനാറ് കുറേ ആൾ നമ്മളെ ഫാമിലിയിൽ തന്നെ പിള്ളമാറ മുടിയെല്ലാം മുറിച്ചിട്ട് ചെല്ലിയിട്ട് അങ്ങനെ തന്നൂൻ്റെ കഴിഞ്ഞു. ഇപ്പം മിന്നുവിൻ്റെ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ മുടി കെട്ടും കാര്യങ്ങളെല്ലാം ആയിട്ടാൻ തന്നെയല്ലേ. ഇപ്പോൾ ടൈം ഏകദേശം ഒരു ഉച്ചായിട്ടുണ്ട്. പിന്നെ ഒന്ന് ഫാൻസിയിൽ കയറാനുണ്ടായി. അത് കയറി ടപ്പ എന്നിട്ട് നമ്മൾ പിന്നെ വിസി ഉണ്ടായി, നസ്രുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പിന്നെ പരിക്ക് വന്ന് പിന്നെ നടന്നത് എന്താ പറയുക, ഹറി പറയുക എന്ത് ചോദിക്കണ്ട. പിന്നെ വീടെടുക്കാനോ നോക്കാനോ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല. ഡ്രസ്സും സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഇല്ലേ റെഡിയാക്കിയിട്ടെല്ലാം ആയിട്ടതിന് ശേഷം എല്ലാത്തിനും ഒരുക്കിയിട്ട് എനിക്കൊരു പ്രത്യേകത ഉണ്ട്. എനിക്ക് എവിടെ പോകുമ്പില്ല നേരെ ഒരുങ്ങണം, ഞാനും ഒരുങ്ങണം, പിള്ളേരും ഒരുങ്ങണം. ഇല്ല അങ്ങക്ക് പ്രഷർ കയറിയിട്ടില്ല. എല്ലാത്തിനും എന്താക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. എല്ലാവരും ഒരുക്കും തന്നെ. പക്ഷെ എനിക്കറിയാം എന്തെന്നോ നമുക്കൊരു ടൗണിലേക്ക് ജസ്റ്റ് ഇരിക്കുമ്പോൾ ടൗണിലേക്ക് പോകുന്നെങ്കിൽ വരെ നേരെ പിള്ളേരെല്ലാം ഒരുക്കി സെറ്റാക്കണം. ഇല്ല അങ്ങക്ക് ഈ ഭ്രാന്ത് പിടിക്കും അങ്ങനെ ആക്കുന്നത് ഞാൻ എല്ലാത്തിനെയും. അപ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ അങ്ങനെ എല്ലാവരും ഇട്ടിട്ട് ഇങ്ങനെ കണ്ട ഒരു ട്രെൻഡിങ് മോഡൽ അങ്ങനത്തെ ഡ്രസ്സില്ലേ, അത് എനിക്ക് പിള്ളേർക്ക് ഇടാൻ ഇഷ്ടമില്ല, എനിക്ക് ഇടാൻ ഇഷ്ടം. ഇങ്ങനെ എന്തില്ല നോർമലായിട്ടുള്ള ആരെങ്കിലും അധികം കാണാതെ അങ്ങനത്തെ എല്ലാം ഇടാനും നോക്കാനും കാണാനും എല്ലാം ഇഷ്ടമാണ് നമുക്ക്. നമ്മൾ ഈ കഴിഞ്ഞിട്ട് എല്ലാ മക്കളെയെല്ലാം സെറ്റാക്കിയിട്ട് വണ്ടിയിൽ കയറ്റുമ്പോൾ ഏകദേശം മണി 5-5:30 എന്തോ ആയിട്ടുണ്ട്. 5 മണി ആയിന്ന് തോന്നുന്നു. ആടെ 3:30 മണിക്ക് ഫംഗ്ഷൻ നെല്ലിന് ലേറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പം ലേറ്റായിട്ട് പോകുന്നുണ്ട്, അത് പ്രശ്നമില്ല. നമ്മളെ ലേറ്റ് ലിസ്റ്റിൽ തന്നെ എല്ലാവരും കൂട്ടീനെ എപ്പോഴും ലേറ്റ് തന്നെ. ഇപ്പം പിന്നെ അതിനടി ലേറ്റ് അങ്ങനെ. അപ്പോൾ അതാ ഞങ്ങളെ ചിച്ചുമ്പോൾ മഷാല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് വന്നു. പിന്നെ അങ്ങനെ ഒക്കെ ഓവർ ഡ്രസ്സിങ്ങോ ഓവർ മേക്കപ്പോ അങ്ങനെ എന്തൊക്കെ ഇഷ്ടമില്ല. പിന്നെ ലാമി ബ്യൂട്ടീഷ്യൻ തന്നെ നമ്മളെ പേരിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് സെറ്റപ്പ് ആക്കി അങ്ങനെ കുറേയൊക്കെ ഇഷ്ടമില്ല. അങ്ങനത്തെ ടൈപ്പാന്നുള്ളൂ. അങ്ങനെ അതാ പുതിനാട്ടീൻ്റെ ഉമ്മാവും ഉപ്പാലെല്ലാം പുതിയ ആപ്പിളിനെ വെയിറ്റാക്കുന്നുണ്ട്. സംഭവം എന്താ പറയുക, ഒരു മജ എന്താ പറയുക, നമ്മ കയറിയതും പുതിയ ആപ്പിൾ കയറിയതും ഒരുമിച്ച് തന്നെയാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാളെ എൻ്റെ ഫാമിലി എല്ലാവരും ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇച്ചാൻ്റെ മക്കൾ തന്നെയാന്ന് പറയല്ലോ. അപ്പോൾ അതാ പുതിയ ആപ്പിളിൻ്റെ ഫാമിലി എല്ലാം വരുന്നുണ്ട്. ഓരോരോ ഐറ്റം എല്ലാം കയ്യിൽ പിടിച്ചിട്ട് മഷാല്ല കുറേ ഐറ്റംസ് കൊടുത്തു. ഇതില്ലേ കോഴിക്കോട്ടുകാർ ഭയങ്കര ഒരു ചടങ്ങാന്ന്, മുട്ടായി കൊടുക്കൽ ചടങ്ങെന്നില്ലെങ്കിൽ അവർക്ക് ഭയങ്കര. നമ്മളെ നാട്ടിലില്ല, നമ്മൾ എൻഗേജ്മെൻറ്റ് നോക്കാൻ പറ്റില്ല അങ്ങനത്തെ അല്ലേ ഇത്. പക്ഷേ അതിന് മുമ്പുള്ളൊരു ചടങ്ങെന്ന് തോന്നുന്നു, ചടങ്ങ് പറഞ്ഞത് അവർക്ക് മുട്ടായി കൊടുക്കൽ ചടങ്ങ് അല്ലെങ്കിൽ ഒരു ഉറപ്പിക്കൽ ചടങ്ങ്. അത്
സെറ്റാന്നവർക്ക്. മാഷാല്ലാ ബുക്ക്, ഡ്രസ്സ്, പിന്നെ ഡയമണ്ട് റിങ്, നെക്ലേസ്, അങ്ങനത്തെല്ലോ ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ സ്റ്റേലും ചന്തവും എല്ലാം ഞങ്ങൾ നോക്കിയിട്ട് അതിന് ശേഷമല്ലേ പിന്നെ നേരെ പോയത് ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ്. ഇതൊരു വൈകുന്നേരമല്ലേ പരിപാടി, അതുകൊണ്ട് തന്നെ വെയിലൊന്നുമില്ല, നല്ല പാങ്ങുണ്ടായിരുന്നു സംഭവം. പിള്ളേർക്കല്ലേ നല്ല പാർക്കിലേക്ക് വന്ന പോലെ അതിനറിഞ്ഞാൽ ചോക്ലേറ്റും മറ്റേ ഉപ്പിലിട്ടതും അങ്ങനെ ഇങ്ങനെ എന്നിട്ട് എല്ലാം പിള്ളേരെ നമുക്ക് നോക്കേണ്ടിയവേ വന്നിട്ട് ഒരു ടെൻഷനേ ഇല്ല ഞാൻ പിള്ളമാരെ നോക്കിയ കോട്ടൺ ക്യാൻഡിയും ചോക്ലേറ്റും ഡെസേർട്ടായിട്ട് അങ്ങനെ എന്തെല്ലാം ഉണ്ടായി. പിന്നെ നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ചിച്ചുമോളെ എൻഗേജ്മെൻ്റ് എന്നില്ലെങ്കിൽ ഒരു വിശ്വസിക്കാനേ കഴിയുന്നില്ല. എൻഗേജ്മെൻ്റ് അല്ല, സോറി, മുട്ടായി കൊടുക്കുക ചടങ്ങ്. നമ്മളെ വായിലത് എൻഗേജ്മെൻറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി മംഗല ഇൻഷാല്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും തോന്നുന്നു, പിന്നെ അറിയാലോ എന്ത് കഥയെന്നല്ല. അപ്പോൾ മാഷാല്ല നമ്മളെ കുഞ്ഞ് ചിച്ചുമോൾക്ക് പുതിയ അപ്പിളെല്ലാം നിൽക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു പെട്ടെന്ന് ഇപ്പോൾ ഒരു കൊല്ലമെല്ലാം പോകുന്നത് പെട്ടെന്നല്ലേ നമ്മൾ വിചാരിച്ചേക്കാളും വേയല്ലേ. ആ ചെറുപ്പത്തിൽ ചിച്ചുവിൻ്റെ ആ ഒരു കളിയും ആ ഒരു ഇതുമല്ല ഇപ്പം നമുക്കൊരു ഇന്നലെ പോലെ ഓർമ്മ വന്നൊരു ചിച്ചുക്കെല്ലാം മംഗലയാനായി അങ്ങനെയാണ് നമുക്ക്. അങ്ങനത്തെ ഇങ്ങനെ സ്റ്റോറിയല്ല ചിലല്ല നമ്മളെ വെൽക്കിൻ്റെ പോക്ക് ചെക്കനായ നമ്മളെ പോക്ക് ചെക്കനായ നമുക്കിങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ബേജാറും സന്തോഷവും സങ്കടവും എന്നില്ല എല്ലാം മിക്സ് ആയിട്ടില്ലേ. അങ്ങനെയാണ് അങ്ങനെയാണ് അളിയാവും വെൽക്കാക്കുന്നത്. ഒരു അളിയ പോലെയല്ല ഞങ്ങളൊരു ഉമ്മ ഉപ്പോ അത് തന്നെ. ഞങ്ങൾക്കിപ്പോൾ ഉമ്മ ഇതായെങ്കിൽ ഉപ്പ ഇല്ലായെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷനും ബേജാറും എന്തറിയിക്കാതില്ലേ ഞങ്ങളെ ഒരിങ്ങനെ കയ്യിൽ കൊണ്ട് നടന്ന് എൻ്റെ അളിയാവും വലിക്കുകയാണ്. എന്ത് ടെൻഷനോ എന്ത് ബേജാറുണ്ടെങ്കിലേ ഓളോടൊന്ന് ഫോൺ ചെല്ലെങ്കിൽ അല്ല ഓളൊന്ന് വന്നിട്ട് ഇവിടെ വിഷയം പറഞ്ഞെങ്കിൽ ഒരു സമാധാനം. അത് എന്തൊരു കാര്യത്തിലായെങ്കിലും വേറെ എന്ത് നമ്മളെ ഫാമിലിയിൽ എന്ത് സന്തോഷം വരുന്നു, എന്ത് ബേജാറ് വരുന്നു എന്ന് നമുക്ക് ഫസ്റ്റ് വെൽക്കിയോട് ചോദിക്കണം, വെൽക്കി പറയണം. അതാണ് ഓളാകുമ്പോൾ ഇതിനെ നേരെ സെറ്റാക്കിയിട്ട് നമ്മളെല്ലാം ഒപ്പിച്ചിട്ട് എല്ലാം എങ്ങനെ ആക്കണോ എങ്ങനെ പോകണോ എങ്ങനെ വേണോ എന്നിട്ട് ഓള് സെറ്റാക്കി തരുമ്പോൾ നമുക്കൊരു സമാധാനമാകുന്നത്. അത് മഷാല്ല അതൊരു വേറെ തന്നെ ഒരു കഴിവാണ്. ഇത് നോക്ക് ബെൽക്കിൻ്റെ വച്ചിഞ്ചാന്ന് ബെൽക്കിയോ മോളൊന്നും കഴിച്ചിട്ടില്ലേ കൊണ്ടെടുക്കുന്നുണ്ട് ചൂടോടെ മഷാല്ല. അങ്ങനെതാ അങ്ങനെ നല്ല ചൂട് കേങ്ങ്, പിന്നെ കൈ കാച്ചത്, പിന്നെ കോളി വെച്ച, പിന്നെ ചായ, അങ്ങനെ ലൈറ്റില്ലേ ഞങ്ങൾക്കില്ല. ശരിക്കും പറഞ്ഞ് ഞങ്ങളുടെ വിഷയം പറഞ്ഞിട്ട് വരാൻ മനസ്സിലായിരുന്നില്ല. അളിയാക്കും ബെൽക്കിക്കല്ലേ ഇങ്ങനത്തെ ഫംഗ്ഷൻ ആക്കുന്ന ഒരു മംഗലോ ഒരു ഞങ്ങൾക്കെല്ലാം പുതിയ അപ്പളാക്കുമ്പോൾ കളിയിൽ ഓർക്കെല്ലാം ഭയങ്കര നല്ലൊരു സപ്പോർട്ട് അളിയായെങ്കിൽ ബെൽക്കായെങ്കിലോ. അത് ഞാനും മുതൽ ഇപ്പോൾ ചെറിയ അർഫാനാക്ക് വരെ എല്ലാത്തിനും ഒക്കെ സപ്പോർട്ടാണ് ഞാളിയാവും വലിക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര ആശയുണ്ടായി. ഓളമോളെല്ലാ ഫംഗ്ഷനും നല്ല അടിപൊളിയാണ് അടിപൊളിയിലാണ് അഞ്ഞെന്ന് മസാല ഇത് വിചാരിക്കാണ്ടില്ല. നല്ല വെറൈറ്റി പരിപാടി നല്ല അടിപൊളിയിൽ കഴിഞ്ഞ് നല്ല ഉത്സല സന്തോഷത്തിൽ ഇങ്ങനെ എല്ലാ കാര്യവും കഴിയാൻ പഠിച്ച വിധി കൂട്ടിട്ടല്ലേ അമ്മി. അങ്ങനെ അപ്പോൾ ഇതാ എല്ലാവർക്കും ഇല്ലേ ഈ നമ്മ പിന്നെ ഇങ്ങനെ പുതിയ പിള്ളേരെല്ലാം സെറ്റാക്കിയിട്ട് അതിന് ശേഷം പിന്നെ ഞങ്ങൾ വിഷയം തുടങ്ങിയില്ലേ. ഞങ്ങളും അങ്ങനെ തന്നെ അപ്പോൾ തീർക്കാറോ സെയിം വിഷയം പറയായിരുന്നെങ്കിലേ പിന്നെ അവിടെ മല മറിഞ്ഞങ്ങറിയില്ല അങ്ങനത്തെ കഥ. അപ്പോൾ ഫ്രഷ് ജ്യൂസും സംഭവങ്ങളെല്ലാം ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ആർക്കും എത്ര വേണം കഴിക്കാന്നില്ലാണൊക്കെ ഇങ്ങനെ പുള്ളമാരെല്ലാം പോകുന്നത് വരുന്നതാണ്. ഇതെല്ലാം മതിയെടുക്കാം ഫാമിലി. ബൽക്കിൻ്റെ ഇച്ചാൻ്റെ മെരിയോളും മോളും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ടത് ഉപ്പിലിടാത്തത് ചായ എരിവുള്ളത് എരിവില്ലാത്തതിലാണൊക്കെ എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ചെല്ലുന്നുണ്ട്. ടൈം കുറച്ച് ലേറ്റായി പോയി. നമുക്ക് കുറച്ചും കൂടി ടൈം പോകണം അതിനൊന്ന് ബിസിയാക്കിയാൽ നമുക്ക് മനസ്സിലായി വരുന്നില്ല എണിക്കാൻ. പിന്നെ വിൻടച്ചിലാണ് ഞങ്ങൾ പരിപാടി ഉണ്ടായിരുന്നത്. വിൻടച്ചിൽ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ ചായയും സ്നാക്സ് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിന്. പിന്നെ അത് കഴിഞ്ഞിട്ടായിട്ട് ഒരു നേരം മകരിബ് നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമില്ലേ ഹോട്ടലിലേക്ക് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇവിടെ ഇത് പുതിയ അപ്പളേ നിങ്ങൾക്ക് മനസ്സിലായി കോഴിക്കോടാണ്. കോഴിക്കോട് ചെക്കന് കാസർഗോഡത്ത് പെണ്ണു നല്ല മജയുണ്ടായിന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ തന്നെ നമ്മളെ ഓർ വന്നോർ അടുത്ത ഉമ്മ സോറി പുതിയ അപ്പളുടെ ഉമ്മ ഉപ്പെല്ലാം നല്ല വൈബ് മനുഷ്യന്മാർ എല്ലാവർക്കും അത് പറഞ്ഞുകൊണ്ടുണ്ട്. മഴ പിടിക്കുമോ മഴ വരുമോ എന്നല്ലോ. അതിൻ്റെ ഇടയിൽ വരെ നോക്കിയോ ബൊക്ക നടന്നുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കലാന്ന് നോക്കുമ്പോൾ ഇത് മഴതില്ലേ ബൊക്കനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഓനെ കാണുന്നില്ല അങ്ങനെയല്ലേ. പിന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോസായി ഫോട്ടോസായി പിന്നെ പാട്ടായി പിന്നെ എല്ലാം ഓരോ ഫാമിലി നമ്മളെ ഫാമിലി എല്ലാവരും വേറെ ഫോട്ടോസും വീഡിയോസും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല മഴക്കാറുണ്ട്. ഇപ്പം മഴ വരുന്നിട്ട് ഇങ്ങനെ തോന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ ചൂടെടുക്കുന്നില്ല. നല്ല കാറ്റുമായിട്ടില്ല. നല്ലൊരു ടൈം പോയതേ അറിഞ്ഞിട്ട്. ഇത് പുതിയ അപ്പളുടെ ഉപ്പ പുതിനാട്ടിൻ്റെ ഉപ്പ രണ്ടാളും ഉണ്ട് മാഷാ അല്ലാഹ്. അങ്ങനെ
അങ്ങനെ ഇതെല്ലാം പുതിയെടുക്കുക ഫാമിലി മാഷാല്ല നല്ല വൈബ് ഫാമിലി അറിഞ്ഞാൽ ഈ പച്ച ഡ്രസ്സ് ഇട്ടത് ഇതല്ലല്ലേ ബൽക്കെല്ലാം മംഗലം കഴിഞ്ഞിട്ട് പോകുന്ന ആൾ ചെറിയൊരു ഇത്തക്കുണ്ട് കുഞ്ഞാഞ്ഞ് പോക്ക് കുഞ്ഞായിട്ട് ഓള് തട്ടിയിട്ടുണ്ട് മാഷാല്ല. അപ്പോൾ എല്ലാം ചെറിയ കുഞ്ഞു മക്കളാഞ്ഞ് ഇപ്പം എല്ലാം വലുതായിട്ടില്ല. എത്ര പെട്ടെന്നല്ല കൊല്ലം പോകുന്നത് വിശ്വസിക്കാനേ കഴിയുന്നില്ല നമുക്ക്. അങ്ങനെ നമ്മിങ്ങനെ പറയലാഞ്ഞ് ചിച്ചു എല്ലാം വലുതായിരുന്നിരിക്കും ഒരിപ്പെല്ലാവരും ഈ പിള്ളമാരെല്ലാം വലുതാന്നൊരു ബേബേയല്ലേ നീളം വെച്ചിട്ട് കാണുന്നതും അത്ര ആയാലും നമുക്ക് തന്നെ ഒരു അത്ഭുതമായി പോകുന്നല്ലേ. അങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട് അതിന് ഓരോ കൊടുന്ന ഐറ്റംസിൻ്റെ എല്ലാം. അപ്പോൾ ചെറുതുണ്ട് ഇപ്പം മഴ വരുമെന്ന് ആർക്കും വിഷയം പറഞ്ഞിട്ട് തേഞ്ഞിട്ടേ ഇല്ല. എല്ലാവരും പറയുന്നുണ്ട് രാവിലെ ആക്കിറങ്ങി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആക്കിറങ്ങി വൈകുന്നേരമായിട്ട് കുറച്ച് ടൈമല്ലേ നമുക്ക് വിശാഖം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ 2-3 മണിക്കൂർ ആകുമ്പോഴേക്ക് പിന്നെ ആയി അവിടെ ടൈം പോയതേ അറിഞ്ഞിട്ടില്ല. നല്ല മജയുണ്ടായിന്ന് പറഞ്ഞാൽ. അങ്ങനെ എല്ലാവരും വേറെ ആയി. പിന്നെ മകരീബിൻ്റെ ടൈം ആകുമ്പോഴേക്കില്ല ഓരോ ബസ്സിലാന്ന് വന്നിരുന്നത്. അങ്ങനെ ഓരോ ബസ്സിൽ പുതിയ പണ്ടോറെല്ലാം പോയിട്ട് ഓർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഒരു പെരയിൽ സെറ്റാക്കിനാ. അങ്ങനെ അവിടെ എല്ലാം സെറ്റാക്കിന ശേഷമല്ലേ ഇതായത് വല്ല വെൽക്കിൻ്റെ ഫാമിലി. അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീഡിയോ നോക്കാനും വീഡിയോയിൽ നിൽക്കാനെല്ലാം മാഷാഅല്ലാ. അങ്ങനെ എല്ലാവരും വീഡിയോൻ്റെ തന്നെയാണ് കഥ പറയുന്നത്. എപ്പോൾ ഇടുമോ എപ്പോൾ അപ്ലോഡ് ആക്കുമോ ഞമ്മളെ വെയിറ്റിംഗ് ആണെന്ന് നോക്കാനെന്നല്ല പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നല്ല മഴക്കാറുണ്ട്. എല്ലാവർക്കും പേടിയുണ്ട് മഴ വരുമല്ലോ ഇപ്പോൾ. പിന്നെ ബൊക്ക കൊണ്ടൊരു കളിയാണ്. ബൊക്ക കൊണ്ട് കളിയുന്നില്ലെങ്കിൽ ആർക്കെല്ലാം എൻഗേജ്മെൻ്റ് കഴിക്കാൻ ആശ്രയമുണ്ട് ഓരെല്ലാം ബൊക്ക പൊടിച്ചിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും തിരിക്കലും മറിക്കലും എന്നല്ലാണ് കഥ. അങ്ങനെ ഒരാൾ കൊടുക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് ബൊക്ക ഇപ്പുറത്തൊക്കെ പിന്നെ ഒരാൾ കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞ ഫാമിലിയിലുള്ളൊരു പുതിയ അപ്പിള ആരെങ്കിലും പെണ്ണുണ്ടെങ്കിൽ ചെല്ലണോ നല്ല വൈബ് പുതിയപ്പിള. അപ്പോൾ അതിൻ്റെ സൈഡില്ലേ ഒരു ബർത്ത്ഡേ ഷൂട്ട് നടക്കുന്നുണ്ട്. അതിന് ഓരോ ബലൂണ് മേലോട്ട് പറന്നുകൊണ്ട് പോകുന്നുണ്ട് അറിഞ്ഞാൽ. അങ്ങനെ പുള്ളമാരെല്ലാം ബൊക്ക പിടിച്ചിട്ട് റിയൽസ് ആക്കുന്നുണ്ട്. ഞമ്മളെല്ലാം എന്നിട്ട് ഒന്നാം മിതാദ് അഹമ്മദിന് കൊടുക്കുന്നു, കിറാഷ് മിതാദിന് കൊടുക്കുന്നു. അങ്ങനത്തെ എല്ലാം മജാന്ന് പറഞ്ഞാൽ നല്ല വാങ്ങണ്ടായിന് നല്ല വേണ്ടേ. നമുക്കൊരു ടൈം പോയതേ അറിഞ്ഞിട്ടില്ല. ഇതായി അവിടെ ടൈം തേങ്ങിട്ട ടൈം ശരിക്കും പറഞ്ഞാൽ. പിന്നെ ലാസ്റ്റ് ഒരു കലാശക്കൊട്ടില്ല ഒരു പാട്ടും കളിയും അതില്ല അങ്ങ് കഴിയല്ല ഒരു ഫിനിഷിങ് പോയിന്റ് വേണ്ടേ നമുക്ക്. അങ്ങനെ പുതിയ ആപ്പിളിനെ പുതിനാട്ടിലെല്ലാം നിർത്തിയില്ലേ. പുതിനാട്ടിൻ്റെ ഉപ്പ മെയിനായിട്ടുണ്ട് മാഷാഅല്ലാ. അതിൻ്റെ ബാക്കിൽ നമ്മളെല്ലാവരും ഉണ്ട്. അളിയന്മാരും പിന്നെ ഓരോ അളിയൻ്റെ ഫാമിലിയും നമ്മളെ ഫാമിലിയും എല്ലാവരും നല്ല മജയാക്കിയിട്ട് അടിച്ച് പൊളിച്ചിട്ട് മാഷാഅല്ലാ. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് ഒരു ഏകദേശം ഒരു 1 മണിക്കൂർ മുന്നേ പിന്നെ എല്ലാവരും അവിടെ നിന്ന്. അപ്പോൾ പിന്നെ പകുതിയാൾ ഓരോരോ വണ്ടിയിൽ വന്നു. ഓരോണ് ബസ്സാക്കിയിട്ട് വന്നിന് കോഴിക്കോട് നിന്ന്. നമ്മളിവിടുന്ന് എല്ലാവരും ഓരോരോ വണ്ടിയിൽ വന്നു. അപ്പോൾ എല്ലാവരും ബാച്ചായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മഴ വരുന്നല്ല ഇങ്ങനെ വെയിറ്റ് ആക്കുന്നു. മഴ വരട്ട് പക്ഷെ മഴ പിടിച്ചല്ലാതെ വന്നിട്ടില്ല പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നല്ല മജ ഉണ്ടായിന്. മഴ വരാത്തതുകൊണ്ട് തന്നെ അങ്ങനെ എൻ്റെ മക്കള് അനിയത്തിൻ്റെ മക്കള് ഏട്ടത്തിൻ്റെ മക്കള് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഓരോ ഫാമിലി നല്ലില്ലേ. പിന്നെ ഞമ്മ നേരെ കൊണ്ടുപോയത് ഹോട്ടലിലേക്ക് നടന്ന്. അപ്പോൾ ഓരോ അവിടുന്ന് എത്ര ആൾ വന്നിന് അത്ര ആളെയും കൊണ്ട് ഹോട്ടലിലേക്ക് പോയി. അടുത്തോറും പിന്നെ പകുതി അളിയാൻ്റെ ഫാമിലി ഓരെല്ലാം ആയിട്ട് ഹോട്ടലിൽ പോയതിന് ശേഷം ഇല്ലേ പിന്നെ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ആക്കിയിട്ടുണ്ടായിന് തന്നെ. അങ്ങനെ ഇവിടെ വന്നിട്ട് അതിന് ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ടായിട്ട് പിന്നെ പുര നോക്കാൻ വരുന്നവരുണ്ട്. അതിലുണ്ടവർക്ക് പുര നോക്കണമെന്നിട്ടില്ല. അങ്ങനെ പിന്നെ ലാസ്റ്റ് പൊരക്ക് വന്നതാണ്. ഹോട്ടലത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം മറ്റേ സാത്തറിലാണ് ഫുഡ് ആക്കിയത്. ഓരോ ചെറുലെടുക്കുകയാണിപ്പാ അങ്ങോട്ടോടെ ഉള്ള ഹോട്ടലിൽ. അങ്ങനെ അവിടെ ഈ ടൈമിൽ നമ്മൾ പോയിട്ടുണ്ട് ഇതിൻ്റെ ഹോട്ടലിൽ. ഇത് വീട്ടിൽ നമുക്ക് കിട്ടിയത് അനിയത്തിമാരെല്ലാം പരിക്ക് വന്നു. ഫ്രൂട്ട്സും നട്ട്സും അങ്ങനത്തെ എല്ലാം മെയിൻറ്റ് വെച്ചിട്ടുണ്ടായി ഇവരിൽ. അങ്ങനെ അതിനെല്ലാം ഒന്ന് കട്ടാക്കിയിട്ടും സെറ്റാക്കിയിട്ടെല്ലാം വെക്കണ്ടേ. നമ്മളെല്ലാവരും അനിയത്തിമാർ ഫുള്ള് പരിക്ക് വന്നിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ വന്ന അവിടെ ഫുഡ് കഴിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ ഡെസേർട്ട് കിട്ടുന്ന കഴിക്കാൻ ഫ്രൂട്ട്സും ജ്യൂസും ഡെസേർട്ടായിട്ട് അങ്ങനെ കിടാൻ സെറ്റാക്കിയതാണ്. അങ്ങനെ നമ്മുടെ സെറ്റാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കള്ളക്കൈയെല്ലാം വന്നിട്ട് പോകുന്നുണ്ട്. ചെറുതുണ്ട് വീഡിയോയിൽ വരും. അങ്ങനെ ജ്യൂസിനൊരിക്കൽ അങ്ങോട്ട് വെക്കുന്നു, പുഡിങ്ങിനൊരിക്കൽ ഇങ്ങോട്ട് വെക്കുന്നു, ട്രെയിനൊരിക്കൽ അങ്ങോട്ട് വെക്കുന്നു, ഫ്രൂട്ട്സിന് അങ്ങോട്ടൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഓക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. ടേബിളിൽ വെച്ചിട്ട് കാണുമ്പോൾ നല്ലൊരു മഞ്ച് വേണ്ടേ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഒരാൾ വെച്ചത് ഒരാൾക്ക് സെറ്റാകുന്നില്ല, പിന്നെ ഒരാൾക്ക് വെച്ചത് പിന്നെ ഒരാൾ സെറ്റാകുന്നില്ല. അങ്ങനെ എല്ലാവരും മൊത്തത്തിൽ കൂട്ടിയിട്ട് മാഷാഅല്ലാ ലാസ്റ്റ് ഫൈനൽ അതിനൊന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് അങ്ങനെ ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മളേക്ക് ഒരാളൊന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. വരുമ്പോൾ ഞമ്മയുടെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇടയിൽ ചിച്ചു വന്നില്ലല്ലോ സെറ്റാക്കിയിട്ട് വെച്ച് നേരായിനാന്ന് ഇട്ടിട്ട്. അങ്ങനെ മുരിയാപ്പള്ളിയും ഫാമിലി എല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട്. സ്വീകരിക്കാനാണ് 3 ആൾ പോയതിന് ശേഷം ഒരു നേരെ ഉള്ളിലോട്ട് വന്ന് ആ ടൈമിൽ നമ്മളെ ഈ ഫോട്ടോ വീഡിയോ വിടോ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാം ആക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ഇത് ഒരു ബദിയെടുക്കത്തെ പുള്ളി മാഷാഅല്ലാ. അങ്ങനെ ഓളെ കുഞ്ഞി ഇവളറിയാം ആർക്കെങ്കിലും അറിയുന്നവർ കമൻ്റൊക്കെ
നസ്രീൻ അറിയുന്നവർ കമൻ്റായി. ഓക്കെ, അപ്പോൾ അതായത് ഒരു പുതിയാപ്പിള നമ്മളെ പുതിയാപ്പിളക്ക് പറ്റിയ അടിപൊളി പെണ്ണുണ്ടെങ്കിൽ കമൻ്റ് ആക്കണം. പിന്നെ കുറേ പെണ്ണും ചെക്കനും എടുത്തൊരു വേറെ തന്നെ ഞാൻ പറഞ്ഞാൽ ഇത് വലിക്കിൻ്റെ ഇച്ചാൻ്റെ മേരിയോളും പിന്നെ ഇതായിരിക്കും നമ്മൾ വേണ്ടി അങ്ങനെ കുറേ ആളുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണിക്കാനില്ല, വേറെ ഉണ്ടറിഞ്ഞാൽ. അപ്പോൾ നമ്മൾക്ക് അതെന്ത് നമുക്ക് വെറും പ്രോത്സാഹിക്കെങ്കിൽ മാത്രം പോരല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ എടുക്കണ്ടേ. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവരോട് ബിസിയാക്കുന്നത്, ഇടയിൽ ഫോണും കൊണ്ടുവരുന്നത്, പിന്നെയും കുറച്ച് ബിസിയാക്കുന്നത്, പിന്നെയും ഫോണും കൊണ്ടുവരുന്നത്. അപ്പോൾ അതാ പുതിയാപ്പിള നല്ല മഷാല നല്ല ചിരിയിലും വിഷയത്തിലും ഉണ്ട്. ഞങ്ങളുടെ അസ്രുവിനോട് നല്ല ബിസിയാക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ, കലാശക്കൊട്ടെല്ലാം കഴിഞ്ഞു. ഓർമ്മ വന്നിട്ട് പുഡിങ്ങിലേക്ക് കൈയിട്ടത് മാത്രം ഓർമ്മ ഉണ്ട്, വേറെ എന്ത് ഓർമ്മയില്ല പറഞ്ഞാൽ. ഇനി ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫുള്ളായതിന് ശേഷം കോഴിക്കോട്ടുകാർ ബസ്സിന് ഓറ് വിട്ട്. അപ്പോൾ ചിച്ചു ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ മേക്ക് തൂയലിക്കൊണ്ട് വലിക്കോട് പരാതി പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു, ഞാൻ പുതിയ ഡ്രസ്സ് പോയി എന്നിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ വിഷയത്തോട് വിഷയമായി. അപ്പോൾ ഇത് വലിക്കിൻ്റെ ചെല്ലുള്ളു. അങ്ങനെ മാഷാള്ള എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും എന്തുള്ള ഒന്നിനൊന്ന് മെച്ചോ ഒന്ന് വേറെ ഇത് നല്ലത് നല്ലാനില്ല. എല്ലാവരും 100 മാഷാള്ള. കോഴിക്കോട്ടുകാരൊരു മുക്കാലാക്കിട്ട് പോയി ഞാൻ പുള്ളിങ്ങനെ ഫ്രൂട്ട്സിനെല്ലാം. പിന്നെ അതിന് ഞമ്മൊരു ഫിനിഷ് ആക്കിയില്ല, അങ്ങനെ ഒരു മജയുണ്ടോ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കുറേ വിഷയം പറഞ്ഞ് ഫ്രൂട്ട്സും പുഡിങ്ങിനെല്ലാം ഫിനിഷാക്കി. അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. പ്ലേറ്റെല്ലാം ഒന്ന് കാലായിട്ട് കാണുമ്പോൾ. പിന്നെ കോഴിക്കോട് ടീമെല്ലാം പോയിട്ടാകുമ്പോൾ ഈ കാസർഗോഡ് ടീമിന് എന്തെല്ലാം വിഷയം പറയാനില്ലേ. വന്നത് കൊള്ളുന്നത് നോക്കിയത് എല്ലാത്തിനും എല്ലാം നമ്മളെല്ലാം ചുറ്റും ഇരുന്നിട്ട് ഡിസ്കസ് ആക്കിയതിന് ശേഷമല്ലേ. പിന്നെ ഫുള്ള് കലാശക്കൊട്ടയിൽ എനിക്ക് ക്ലീനിങ് കഴിഞ്ഞ് ഈ ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒത്തൊരുമയോടെ ഒന്നിച്ചിരുന്നിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതിന് ശേഷമില്ലേ. പിന്നെ ഞാൻ എന്താക്കി നേരെ വിട്ടു ഹോട്ടലിലേക്ക്. അതിനെത്തി വർക്കെല്ലാം ലാസ്റ്റ് അറിഞ്ഞെല്ലാം കഴിഞ്ഞിട്ടായിട്ട്. പിന്നെ അവർ വൈകുന്നേരം ഒരു ഫുഡ് കഴിക്കുന്ന നേരമല്ലല്ലോ, നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് ഫുള്ളാണ്. പിന്നെ ഞാൻ എന്താക്കി രാത്രി പോകുന്നിട്ട് അവിടെ പറഞ്ഞിട്ടെല്ലാം ഇടത്തി വെച്ചിട്ട് വന്നിനാഞ്ഞ് നെല്ലിക്കട്ടയിലുള്ള സാത്തറിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. ഏകദേശം ഒരു 10 മണി 10:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, നമ്മളെ മക്കള് മഷാല ചെറിയ കുഞ്ഞു മക്കള് എല്ലാവരും ഉണ്ട്. നമ്മളായിട്ട് നല്ല മജയുണ്ടായിന്. എന്തില്ലെങ്കിൽ ഞാൻ ഒരു പരയിലിരുന്ന പോലെ തന്നെ പറയാറുണ്ടായിട്ട് 10 മണിയെല്ലാം പതിയൊക്കെ ഉറങ്ങിയിട്ട് എപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. അപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിന. അവർ പാട്ടിയോളം പോലെ ആക്കിയിട്ട് നമുക്ക് തന്നെ ഒന്ന് സെറ്റാക്കി തന്നിട്ടുണ്ടായി. നല്ല മജയുണ്ടായി, വിസിയും ചിരിയും കളിയെല്ലാം ആയിട്ടില്ലേ. നമുക്ക് കറിയ ചിച്ചിൻ്റെ മൈലാഞ്ചി പോലെ തന്നെ അതിന് ഒരു എൻഗേജ്മെൻറ്റ് പോലെ അല്ല നമുക്ക്. അങ്ങനെ ആയിട്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടെല്ലാം നല്ല അടിപൊളി ഫുഡാണ്. നല്ല മന്തിയും നല്ല നൂഡിൽസും നല്ല ഐറ്റം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ചൂടോടായിട്ട് നല്ല മജയുണ്ടായിന്. അങ്ങനെ ഓരോ ബില്ലും പേയും സംഭവങ്ങളെല്ലാം ഓരോല്ലാടെ റെഡിയാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഓരോരോ വണ്ടിയിൽ കയറിയിട്ട് പിന്നെ നമ്മൾ ഓരോരോ പേർക്ക് പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. എല്ലാവരും എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. അപ്പോൾ നിങ്ങളെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും കാണുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആകുന്നത്. അപ്പോൾ അതാ നമ്മളെല്ലാവരും ഇല്ലേ ഒരു 2-3 വണ്ടി പോയി. നമ്മളെല്ലാവരും പോവാൻ കീന്നുണ്ട്. അപ്പോൾ ബില്ല് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഒരു ചർച്ചലാക്കുന്നില്ലേ, ആ ഒരു പരിപാടിയിലുണ്ട് അവിടെ. അങ്ങനെ ബില്ല് കൊടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമല്ലേ പിന്നെ ഞാൻ ഇറങ്ങിയതാണ്. ഇറങ്ങുമ്പോൾ അങ്ങനെ എന്താക്കുന്നത് പെരുക്കിനടുക്ക് പെരക്ക് പോന്നാ എന്നിട്ടില്ലേ ലാസ്റ്റ് അങ്ങനെ എല്ലാവരും ഓരോ പെരക്ക് പോയി. പെരക്കെത്തുമ്പോൾ ഏകദേശം ഒരു 1:30-2 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.